ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു പണ്ടത്തെ ടൈപ്പ് വീടും തൊഴുത്തും മുറ്റമൊക്കെയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അധികമൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു തെർമോക്കോളാണ്. അതിനുശേഷം ഞാൻ തെർമോക്കോളിൻ്റെ തൂണൊക്കെ ആയിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് തെർമോക്കോളിൻ്റെ കഷ്ണം കൂടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. ഏത് പശ വേണമെങ്കിലും എടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 1-2 തൂണുകളിലായിട്ട് ഒരു ചെങ്കല്ല് പോലെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ബ്ലേഡ് എടുത്ത് അതിൻ്റെ നടുഭാഗം കട്ട് ചെയ്താൽ ഇതുപോലെ ആയിക്കിട്ടും. ഓക്കെ, നമ്മളപ്പോൾ ഇത്രയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേസ് സെറ്റ് ചെയ്ത്, തൂണ് സെറ്റ് ചെയ്ത്, ഇത് നമുക്ക് ഇതുപോലത്തെ ഒരു കവർ എടുക്കുക. കവർ തന്നെ വേണമെന്നില്ല, കാർഡ്ബോർഡ് ആയാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ കവർ കിട്ടിയതുകൊണ്ട് ഞാൻ ആ കവർ ഉപയോഗിക്കുന്നത്. ഇനി ആ കവറൊക്കെ ഒന്ന് വെട്ടി അതിൻ്റെ ആ വള്ളി ഒന്ന് വെട്ടിയെടുക്കുക. ഇത് നമുക്ക് ആവശ്യം വരും. ഇനി ആ കവർ മുറിച്ചിട്ട് നമുക്കിതൊരു ഓട് പോലെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ ചെയ്തേക്കുന്നത്. നമുക്ക് ആ കവർ കറക്റ്റ് അളവിൽ മുറിച്ച് ഇതുപോലെ ഓട് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത വള്ളിയാണ് കേട്ടോ. പിന്നെ എനിക്ക് പെയിൻ്റ് അടിക്കുന്ന ഭാഗമൊന്നും എടുക്കാൻ പറ്റിയില്ല. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പെയിൻ്റ് അടിക്കുന്ന ഭാഗമൊന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊഴുത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. തൊഴുത്തിൻ്റെ ആ സൈഡിലൊക്കെ ആയിട്ട് പുല്ലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തൊഴുത്ത് മാത്രമല്ല, ഞാനൊരു വീടും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ വീടിൻ്റെ ഇതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പെയിൻറ്റിങ്ങും മേക്കിങ്ങും ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് വീട്. ഒരു പഴയ ടൈപ്പ് വീടാണ് ഉണ്ടാക്കാനായിട്ട് നോക്കിയിട്ടുള്ളത്. വീടിൻ്റെ ഓടിലും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് പുല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.